ഹലോ ഡിയേഴ്സ്, പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് എൻ്റെ പങ്കാളി ലിംഗം വായിലിടുന്നില്ല, അവൾക്കത് ഇഷ്ടമില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ്? ഒരു 6 റീസണാണ് ഇതിന് കാരണം. അതെന്തൊക്കെ റീസൺ ആണെന്നും ചിലപ്പോൾ അത് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരായിട്ട് മാറാം. അപ്പോൾ അതെന്തൊക്കെ റീസണാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എല്ലാവർക്കും ഇത് ചെയ്യാൻ ഇഷ്ടമാണെന്നില്ല, ചിലർക്കൊക്കെ അത് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർ കൺസെൻറ്റ് ഇല്ലാണ്ട് ഇതൊരിക്കലും ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാത്തതിൻ്റെ 6 റീസണും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനെല്ലാവരും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പറയുക, തുർക്കി ജാം പോലെയൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റ് ചെറുതൊന്നും ആയിരിക്കില്ല. ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ വളരെ പതിയെ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ വെൽനസ് പ്രൊഡക്റ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ബോഡി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മാൻഷുറിൻ്റെ അപ്രൈറ്റ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ISO GMB FSSAI സർട്ടിഫൈഡ് ഒക്കെയാണ്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ, ചിലർക്ക് ഒരു തവണയൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷനാണ്, അടുത്തതിന് എനിക്ക് അങ്ങനെ ആവുമോ, ഇങ്ങനെയുള്ള ഭയങ്കര ആങ്സൈറ്റി, പാസ്റ്റ് ട്രോമയൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റിന് സ്ട്രെസ് ഉണ്ടാവും. അത് മാറാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ലിംഗം കൂടുതൽ നേരമൊക്കെ ഉദ്ധരിച്ച് നിൽക്കാൻ പറ്റും, കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളിത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന മഗത്വജ് എന്ന് പറഞ്ഞ കണ്ടന്റ് നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാനും ഉദ്ധാരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതൽ നേരമൊക്കെ അങ്ങനെ ഇരിക്കാനും സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ശിലാജിത്ത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്റ്റാമിന, എനർജിയൊക്കെ കൂട്ടാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് നന്നായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന അകാർക്കര നിങ്ങളുടെ ഉദാഹരണശേഷി കൂടുതലായിട്ട് കൂട്ടുക മാത്രമല്ല, നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാനും നല്ല രീതിയിൽ നല്ല ബീജമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും കൂടുതലൊക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു ബേബീസൊക്കെ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ സഹായിക്കും. രാവിലെ വൈകുന്നേരം ആഫ്റ്റർ ഫുഡ് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. 100% ആയുർവേദിക് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പങ്കാളി ലിംഗം വായിലിടാത്തതിൻ്റെ ഒരു ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലീൻ അല്ല എന്നുള്ളതാണ്. ക്ലീൻ അല്ലാത്ത, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ക്ലീൻ അല്ലാത്തൊരു ലിംഗത്തിന് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലായിരിക്കും. അതിനകത്തുള്ള സേബമൊക്കെ കൂടി ഇരുന്നിട്ട് എല്ലാം കൂടിയിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും വരിക. നിങ്ങൾ ഓർത്തേക്ക് ഒരു ചീഞ്ഞ ഒരു എലി അതിനെ വായിലിടുന്ന അവസ്ഥ എന്തായിരിക്കും? ആ ഒരവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ളൊരു ലിംഗം ഒരു വായിലിടുന്ന ഒരു സ്ത്രീനെ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്കത് പിന്നീട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് അതാണ് ക്ലീൻ യുവർ സെൽഫ്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുക. നല്ല മൈൽഡ് സോപ്പൊക്കെ ഉപയോഗിച്ച് 2-3 തവണ ദിവസത്തിൽ വാഷ് ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയുടെ തല ഇങ്ങനെ പുഷ് ചെയ്ത് താഴോട്ടേക്ക് ആക്കി ചെയ്യിക്കുന്ന ആ ലെവൽ സ്റ്റോപ്പ് ചെയ്യണം. അവരങ്ങനെ നിർബന്ധിച്ച് അവരങ്ങനെ വെറുപ്പിക്കാതിരിക്കും. അവരങ്ങോട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് എന്തോ നമ്മളെക്കൊണ്ട് എന്തോ മോശം ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു അടിമ അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് വരാനും, അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കതൊരു മാനസികമായിട്ട് ഇത് ചെയ്യാനുള്ള ഇഷ്ടം കുറയുകയും ചെയ്യും. കൺസെൻറ്റ്, അതാണ് അവർക്ക് ഇഷ്ടമുണ്ടോ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലാണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ അവർക്കിത് ചെയ്യാനുള്ള ഇഷ്ടം ഇല്ലാണ്ടാവും. പിന്നെ ലിംഗം ഡീപ്പ് ത്രോട്ടിലോട്ട് ഇങ്ങനെ ഇടാമത്തേയിരിക്കും. ഡീപ്പ് ത്രോട്ടിലോട്ട് ഇടുമ്പോൾ അവർക്ക് ഈ ഛർദി വരുമോ എന്നുള്ളൊരു പേടി, ചിലപ്പോൾ ഒരു തവണ ഛർദിയൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ആ ഛർദി വരുമോ എന്നുള്ള തോന്നൽ കൊണ്ട് അവർക്ക് പിന്നീട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോകാറുണ്ട്. അവർ തന്നെ കണ്ടെത്തട്ടെ അവർ എങ്ങനെ ചെയ്താലാണ് ഛർദി ഇല്ലാണ്ടിരിക്കുക, ഏത് ലെവലിൽ ഇങ്ങനെയൊക്കെ ചെയ്താലെന്ന് അവർക്ക് അതിനുള്ള സമയം ഇതൊക്കെ കൊടുക്കും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യിക്കുക അല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഛർദി ഇല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലേക്ക് അവർ എത്തിക്കുകയാണ് വളരെ പതിയെ, അല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിക്കരുത്. ചിലർ ബെഗ് ചെയ്യൂ, ഒന്ന് ചെയ്യുമോ, എനിക്കങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ബെഗ് ചെയ്യുന്നത് സെക്സി അല്ല, അതൊരു അട്രാക്റ്റീവും അല്ല. അയ്യേ ഇവനെ എന്നോട് ഇങ്ങനെ ഇരന്ന് വാങ്ങുന്നതെന്നുള്ളൊരു തോന്നല, അതും ചിലർക്ക് ഇൻട്രസ്റ്റ് പോകും. അവരത് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് അവരുടെ മെൻറ്റാലിറ്റി എത്തിക്കുകയാണ് വേണ്ടത്. ആ ഒരു തരത്തിലേക്ക് ഒരു പ്രൊസീജിയർ പോലെ ചെയ്യുന്ന ലെവലിലേക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ നടക്കുക, അല്ലാണ്ട് ബെഗ് ചെയ്തിട്ട് അതും അവർക്കൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടാകും. അതുപോലെ നിങ്ങൾ രതിമൂർച്ച കഴിഞ്ഞിട്ട് അവരുടെ വായിലേക്ക് ശുക്ലം ഒഴിക്കരുത്. അവരുടെ ഇഷ്ടമില്ലാണ്ട് അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ അവരുടെ സ്മെല്ലോ അല്ലെങ്കിൽ അത് സ്റ്റിക്കിനെസ്സോ ഒന്നും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചിലർക്ക് സ്മെല്ല് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അതിൻ്റെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് വായിലായുള്ള അവസ്ഥ എന്താ,
അതായത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, ഭയങ്കര ഇഷ്ടക്കേടായിരിക്കും, പിന്നീട് അത് ചെയ്യാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ശുക്ലത്തിൻ്റെ സ്മെല്ല് ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ചില ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാം. അല്ലാണ്ട് ഈ ശുക്ലം വായിലൊക്കെ ഒഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ കുടിക്കാൻ നിർബന്ധിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ നിങ്ങൾ ആദ്യം അറിയണം. ഇഷ്ടമല്ലാണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കത് ഓറൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അവരുടെ അലോ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങളുടെ രീതിമൂർച്ച ഇതിട്ട് ശുക്ലം അവരുടെ വായിൽ ഒഴിക്കാൻ പാടില്ല. ഇതും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നവർ. ഇപ്പോൾ ഓറലൊക്കെ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ ആ സമയത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ വായു വേദനയായിരിക്കും, ജോലി മുറിവൊക്കെ വരും, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അവർക്ക് ആ വേദന അനുഭവിക്കുന്നവരാണെങ്കിൽ, ആ വേദനയും മുറിവൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടക്കേടുണ്ടാവും. അവരുടെ കംഫർട്ടും കൂടി നോക്കുക, വേദന ഉണ്ടോ എങ്ങനെയാണ്, അവരെയും പാമ്പർ ചെയ്ത് വേണം ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, സ്ത്രീ നല്ലതായിട്ട് ഇഷ്ടമായിട്ടൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ചത്ത ശവത്തെ പോലെ കിടക്കുക ചില പുരുഷന്മാർ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, അവർക്കത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് പറയും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവനൊരു എൻജോയ്മെൻ്റ് ഇല്ലല്ലോ. ഞങ്ങൾ അതിൽ ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് അത് സന്തോഷം സൗണ്ടായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ വർത്തമാനത്തോട് പറയുക, നീ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റാണെന്ന് കാണിക്കുക, അവരെയും ടച്ച് ചെയ്യുക, അവരെ ഉത്തേജിപ്പിക്കുക. അങ്ങനെ ആക്റ്റീവായിട്ട് നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ കാണിക്കണം. ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് പോകാമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് 6 റീസൺ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി സഹായിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.